ഇതൊക്കെ എന്ത് നോവുന്ന? അപ്പൊ എനിക്ക് കിട്ടുന്നതൊന്നും ഒന്നും അല്ലല്ലോ. പഴം കഴിച്ചതിന്റെ തെളിവ് എവിടെ? മുഖം നോക്കട്ടെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഈവനിങ് അല്ലേ, ഈവൻ ഉറക്കം എഴുന്നേറ്റിരിപ്പുണ്ട്. ഒരു ഉച്ച മയക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രസകദളി പഴമാണ്. അപ്പോൾ ഇപ്പോൾ അവനെ ഞാൻ ട്രെയിൻ ചെയ്യുകയാണ്. നേരത്തെ മുതലേ ഞാൻ ഒരു 8 months ഒക്കെ ആയപ്പോഴേ ചെറുതായിട്ടൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് ഒന്നും നടന്നില്ല അത്രയ്ക്ക്. ഇപ്പോൾ ഒരു 1.25 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഇവൻ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അവൻ്റെ ടേബിളിൽ നല്ലപോലെ ഒന്ന് തുടച്ചിട്ടൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കും കേട്ടോ. മോർണിംഗ് ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ നല്ലപോലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവനറിയാം ചെയറിലിരുന്നാണ് കഴിക്കേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് പിന്നെ കഴിക്കാൻ വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും. വന്ന് ചെയറിലിരിക്കുക, കൈ പൊക്കും കേട്ടോ, അതായത് എടുത്ത് ചെയറിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഉമ്മ ആണെങ്കിൽ ഉള്ളി അരിയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ബീഫ് കറി വെക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ അൽക്കോറിൽ ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാപ്പ ബീഫ് മേടിച്ചിട്ട് വന്നായിരുന്നു. രണ്ട് ദിവസമായി മേടിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ബീഫ് കറി വെക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ അതെല്ലാം നമ്മൾ റെഡിയാക്കണമല്ലോ. അപ്പോൾ തക്കാളി ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഉള്ളിയും അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും വേണം. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉമ്മ ഓൾറെഡി ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കേ, ഒലിച്ചൊക്കെ വെക്കും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്രയാണോ ആവശ്യം അത് മാത്രം എടുത്ത് പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് മൂന്നെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. അതെടുത്ത് നേരെ മിക്സി ജാറിലിട്ട് പേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ജിഞ്ചർ ഗാർലിക് പിന്നെ ചില്ലി പേസ്റ്റും കൂടെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ വയ്ക്കാൻ പോകുന്ന ഒരു ഈസി ബീഫ് കറിയാണ്. കുക്കറിൽ വെക്കുന്ന ആണ്. അപ്പം എനിക്കിപ്പോൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യവും കൂടെ ഉണ്ട്. ഷോപ്പിംഗ് ചെയ്യണം, ഗ്രോസറിയൊക്കെ. അപ്പോൾ പിന്നെ ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുമേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ബീഫ് ഇതുവരെ കഴുകിയിട്ടില്ല. ഉമ്മ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന് ബീഫ് എടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഐസായിട്ടിരുന്നു. അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്ലീനിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ബീഫൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് കൊഴുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ കളയാണ് ചെയ്തത്. നിറയെ ഒരുപാട് കൊഴുപ്പായിപ്പോയി. പിന്നെ കറി ഫുള്ളും കൊഴുപ്പിൻ്റെ ആ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അതായത് ഫുള്ളും കൊഴുപ്പായിപ്പോവും. വെറുതെ കൊളസ്ട്രോളൊന്നും കൂട്ടണ്ടെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈസിയാണ്. നമുക്ക് എല്ലാം എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ഈ കുക്കറിൽ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ അതിലോട്ട് സവാള ഇടുന്നുണ്ട്. സവാള ഇട്ടിട്ട് പിന്നെ തക്കാളിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സവാളയുടെ കൂടെ തന്നെ ചെറിയുള്ളിയും കൂടെ ഇടാവേ. ഞാൻ പിന്നീടാണ് ഇട്ടത്. അത് ഉമ്മ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ കട്ട് ചെയ്ത് തീർന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടെ എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് മസാലയാണ് ആവശ്യം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകം മുഴുവനായിട്ടുള്ളത് ഇടുന്നുണ്ട്. പിന്നെ പൗഡർ ഇടുന്നുണ്ട്, കറിവേപ്പില, ഉപ്പ്, ഇത്രയും ഇട്ട് കുക്കർ അടച്ചു വെച്ചാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. മോൻ നോക്കട്ട്, പഴം തിന്നതിൻ്റെ തെളിവ് എവിടെ? ഉണ്ട്. പഴം കഴിച്ചല്ലേ? ഇവിടെ 5-6 വിസിലടിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഞാൻ വീണ്ടും മൂടി തന്നെ വെച്ചു. ആ ഒരു ചൂടോടെ അതിൽ ആ ഒരു ആവിയിൽ ഇരുന്നും കൂടെ വേവട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് അൽക്കോർ മാളിലോട്ട് പോവുകയാണേ. വീട്ടിലത്തേക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഉമ്മ ഇന്ന് കുറച്ച് ലിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് പോകണം. ലുലുവിലാണ് പോകുന്നത്. അൽക്കോർ മാളിലുള്ള ലുലുവിലാണ് നമ്മൾ എപ്പോഴും യൂഷ്വലി ഷോപ്പിംഗ് ചെയ്യാറുള്ളത്. എമ്മൂർ ഇവിടെ സ്റ്റൈലായിട്ട് ഉമ്മയുടെ പുറത്ത് കാലൊക്കെ വെച്ചതായിരുന്നു വരുന്നുണ്ട്. പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് അവനെ റെഡിയാക്കി ഇറങ്ങും. അവന് ഭയങ്കര ഇഷ്ടമാണ്. നോക്ക്, ലൈറ്റൊക്കെ പോയി സഫാരിയിൽ.
എംബ്രു സഫാരി നോക്കടാ. അതുകൊണ്ട് അവൻ നോക്കണില്ല, അല്ലെങ്കിൽ അവന് ഇഷ്ടമാണല്ലോ സഫാരി ലൈറ്റ് മാറ്റാൻ സമയം. അത് അവൻ നോക്കണില്ല ഏട്ടാ, അല്ലെങ്കിൽ നോക്കണതല്ലേ സഫാരി. സഫാരി കണ്ടില്ലേ? സഫാരിയുടെ ലുക്ക് പോയി. സഫാരി സഫാരി പറ. അതോ കാണിക്കുന്നു, കൈ കാണിക്കുന്നു. സഫാരി 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 നോക്കണം, പക്ഷെ കാണണില്ല ഏട്ടാ. അവന് ആ റെഡ് ലൈറ്റ് അല്ലേ ആകർഷിക്കണത്. പോയോണ്ട് അവന് മനസ്സിൽ എമ്രൂന് സ്നാക്സ് ഉണ്ട് കഴിക്കാൻ. എമ്രൂന് ഏലയപ്പം. ഭാവിക്ക് ഇലയപ്പം തരാം അമ്മ. എന്നാ വീട്ടിലാണെങ്കിൽ ചായ ഇടാൻ വേണ്ടി പാലില്ലായിരുന്നു. പിന്നെ ഇവിടെ തന്നെ MRA ഉള്ളത് കാരണം MRAയിൽ വന്ന് ചായയും പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് താഴെ ലുലുവിൽ പോകുന്നത്. എമ്രു ഡ്രിങ്ക് വാട്ടർ. കുടിക്കേ അത് എടുക്കറിയിക്കാം. സൈഡിൽ നിൽക്കുന്നുണ്ട്, എന്തോ ട്രിപ്പ് വന്ന പോലെയാണേ. എമ്മറിന് കുടിക്കാൻ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതൊക്കെ എന്ത് നോവുന്ന, അപ്പൊ എനിക്ക് കിട്ടുന്നതൊന്നും ഒന്നും അല്ലല്ലോ. തള്ളു അല്ല മൊബൈൽ വാങ്ങുന്നതിന്. വേറൊന്നുമല്ല പറഞ്ഞുകൊണ്ട് വന്നാൽ വരുന്ന വഴിക്ക് എംബ്രോ ആണെങ്കിൽ റീക്കയുടെ തലയിലിട്ട് ഒരിടി. അതായത് ഇപ്പോൾ അവനിങ്ങനെ കുറച്ച് വാശി നിർബന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നടത്തി കൊടുത്തില്ലെങ്കിൽ തലയിട്ട് ഇങ്ങനെ നമ്മളതിൽ ഇടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ കാറി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ സമയമാണ്. കാറിൽ കയറാൻ വയ്യ, അവന് പുറത്ത് നിന്നാൽ മതി എന്നാണ് ബഹളം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചിക്കനും കൂടെ മേടിക്കണം. അപ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി ചിക്കൻ ഷോപ്പിൽ പോയാണ്. അതുകൊണ്ട് ഞാൻ കോഴിയൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. എങ്ങനെയൊക്കെയോ വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്. കളിക്കാം. വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് റൗണ്ട് ആൻഡ് റൗണ്ട്. The doors on the bus go open and shut, open and shut. The doors on the bus go open and shut, all through the town. The wheels on the bus go. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ബീഫ് കറിയൊക്കെ ഓപ്പൺ ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി. പിന്നെ ഉമ്മ ഇവിടെ ഒറട്ടിയൊക്കെ ചുടുന്നുണ്ട്. ഒറട്ടി ചുടൽ പണി ഉമ്മാടേതാണ് ഇന്ന്. ഓ മസിൽ, ഭയങ്കര മസിൽ. അപ്പോൾ ഇന്നൊരു നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു. ഒറട്ടിയും അതുപോലെ തന്നെ ബീഫ് കറിയുമാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതൊരു ഹോം വ്ളോഗും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗും ഒക്കെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇന്നൊരു ലക്ഷറി ഡിന്നർ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒറട്ടിയും നല്ല ബീഫ്, ഈ ബീഫ് പാകിസ്ഥാൻ ബീഫാണ് മേടിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ ബീഫ് കറിയും കൂടെയാണ് ഇന്ന് കഴിക്കുന്നത്. ഞാനൊരു 4 ഒറട്ടി എടുത്തിട്ടുള്ളൂ. 4 ഒറട്ടിയും നല്ല ബീഫ് കറിയും കുറച്ച് ബീഫ് കറിയും കൂടെ ഒഴിച്ച് ഇനി ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി പുതിയൊരു വ്ളോഗിൽ കാണാം. ഞാൻ ഇനി ഡിന്നറൊക്കെ കഴിച്ച് ഇനി എംബ്രോനെ ഉറക്കിയിട്ട് എനിക്ക് ഉറങ്ങണം. അതാണ് മെയിൻ പരിപാടി. അതിനാണ് കുറച്ച് കഷ്ടപ്പാട്. അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാവേ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.